രണ്ട് വണ്ടികളുണ്ടോ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സ്വന്തം പേരിൽ? അതായത് ഒരു കാറ്, ബൈക്ക്, അല്ലെങ്കിൽ രണ്ട് ബൈക്ക്, രണ്ട് സ്കൂട്ടർ, ഈ രീതിയിൽ രണ്ട് വണ്ടികൾ നിങ്ങളുടെ സ്വന്തം പേരിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇൻഷുറൻസ് തുകയിൽ നല്ലൊരു എമൗണ്ട് ലാഭിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു കാറിൻ്റെ ഇൻഷുറൻസിൻ്റെ കോപ്പിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ടോട്ടൽ ഒരു വർഷത്തെ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് 13,400 രൂപയാണ്. ഇതൊരു ബമ്പർ ടു ബമ്പറിൻ്റെ ഫുൾ കവറിൻ്റെ ഒരു ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് ആട്ടോ ഞാൻ കാണിയാകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക വരുന്നത്. ഇതിൻ്റെ സ്പ്ലിറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ബേസിക് ഓഡി പ്രീമിയം, അതായത് ഇതിൻ്റെ ബേസിക് എമൗണ്ട് 12,449 രൂപയാണ്. ഇതിൽ ബാക്കിയുള്ള ഓരോന്ന് എമൗണ്ട് കൂടി കൂടുമ്പോഴാണ് ഇത്രയും എമൗണ്ട് വരുന്നത്. ഇവിടെ നമുക്ക് PA ടു ഓണർ ഡ്രൈവർ എന്നൊരു എമൗണ്ട് കാണാൻ സാധിക്കും. 295 രൂപയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പേഴ്സണൽ ആക്സിഡൻറ്റ് ടു ഓണർ ഡ്രൈവർ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 വരെ നമുക്ക് ഈ ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവർ, വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപയായിരുന്നു ഇൻഷുറൻസ്. അപ്പോൾ അത് 2019 അത് 15 ലക്ഷം രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 15 ലക്ഷം രൂപ എങ്ങനെയാണ് കിട്ടുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന ആളുകൾ മരണം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡ്രൈവർക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് 15 ലക്ഷം രൂപ കവറേജ് കിട്ടും. അതേപോലെ നമ്മുടെ കയ്യോ കാലോ അല്ലെങ്കിൽ കണ്ണ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 15 ലക്ഷം രൂപ കവറേജ് കിട്ടും. ഇനി പാർഷ്യലായിട്ട് നമ്മുടെ ഒരു കൈ നഷ്ടപ്പെടുക, ഒരു കാല്, ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക, ഈ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 50%, 7 ലക്ഷം രൂപയായിരിക്കും നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുക. ഇനി അതേപോലെ തന്നെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് നമുക്ക് പിന്നീട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് കിടപ്പിലാവുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കൊരു ആക്സിഡൻറ്റിന് ശേഷമുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് 100% അതായത് 15 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് കവറേജ് കിട്ടുക. അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് കവറേജ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെന്ന് നമ്മുടെ ഈ ഒരു ഇൻഷുറൻസിനുള്ളിൽ PA കവറേജ്, കമ്പൽസറി ആയിട്ടുള്ള ഈ ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡീറ്റെയിൽസ് പറയാൻ പോകുന്നത്. ഇത് ഈ ഒരു നമ്മൾ സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ആണെങ്കിൽ, നമുക്ക് മനഃപൂർവ്വം ഒക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടില്ല കേട്ടോ ക്യാഷ്. അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്കിപ്പോൾ ഫുൾ കവറേജ് ഇൻഷുറൻസ് മാത്രമല്ല കേട്ടോ. അപ്പോൾ നമ്മളിതൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ബേസിക് ഓഡി പ്രീമിയം കണ്ടില്ലേ, 0 എന്നല്ലേ, അതായത് ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ കോപ്പിയാണ് കാണിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് എടുക്കുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇത് കമ്പൽസറി ആണ്. നമുക്ക് 275 രൂപ അത് കണ്ടില്ലേ. ഇപ്പോൾ 275 പ്ലസ് നമുക്ക് GST എമൗണ്ട് കൂടെ വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ്, ഇപ്പോൾ ഇത് കാറിൻ്റെ കേസിലാണ് കാണിക്കുന്നത്. ഫുൾ കവറേജ് ആണെങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിലും എടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ബൈക്കോ സ്കൂട്ടറോ ആണെങ്കിൽ പോലും, ഇപ്പോൾ ഞാനിതൊരു ബൈക്കിൻ്റെ ഇൻഷുറൻസിൻ്റെ കോപ്പിയാണ് കാണിക്കുന്നത്. ഇങ്ങനെ ബൈക്കിൻ്റെ ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് വേണം, നമ്മൾ ഇത് കമ്പൽസറി ആണ്. ഈ ഒരു 275 രൂപ എന്നുള്ളത് നമുക്ക് കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു തുക നമുക്ക് ലാഭിക്കാൻ പറ്റും. അതായത് നമുക്ക് 2 2 കൂടുതലൊക്കെ വണ്ടികൾ നമ്മുടെ സ്വന്തം പേരിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതേപോലെ ഈ ഒരു ഇൻഷുറൻസ് ഒറ്റയ്ക്ക് മാത്രം എടുക്കുക. സ്റ്റാൻഡ് അലോൺ കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഷുറൻസ് തുക നമ്മൾ എടുക്കുക. ഇതിപ്പോൾ ഞാൻ 2024 എടുത്തൊരു ഇൻഷുറൻസ് കോപ്പിയാണ്, അതിൻ്റെ കോപ്പിയാണ് കാണിക്കുന്നത്. 2024-25 അതിൻ്റെ കാലാവധി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡ് അലോൺ, ഇത് സിംഗിളായിട്ട് ഇത് മാത്രമായിട്ട് എടുക്കുക. നമ്മൾ മറ്റേ ഇൻഷുറൻസിൻ്റെ കൂടെ എടുക്കാണ്ട് ഇത് മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ സെയിം എമൗണ്ടാണ്, 15 ലക്ഷം രൂപയാണ് നമ്മുടെ കവറേജ് വരിക. 275 രൂപയാണ് നമുക്ക് എമൗണ്ട് വരുന്നത്. 225 കൂടെ നമുക്ക് അതിൻ്റെ GST വരും, 9% അതിൻ്റെ GSTയും CGSTയും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സെപ്പറേറ്റ് എടുക്കുക. അതിനുശേഷം നമ്മുടെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഇൻഷുറൻസ് കവറേജ് നമ്മൾ ഒഴിവാക്കുക. ഈ PA കവറേജ് അവിടെ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് 2 2 കൂടുതലൊക്കെ വണ്ടിയുള്ള ആളുകൾക്ക് ഒരു PA കവറേജിന് ഇൻഷുറൻസ് സെപ്പറേറ്റ് എടുത്താൽ മതി. നോർമൽ എടുക്കുന്ന ഇൻഷുറൻസ് നമുക്ക് ഈ ഒരു തുക ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻഷുറൻസിൽ ഈ ഒരു എമൗണ്ട് ലാഭിക്കാൻ പറ്റുക. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.